യേശു തന്റെ ശിഷ്യന്മാരോട് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കാണ് ധൈര്യപ്പെടുവിൻ, പേടിക്കണ്ട. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22-ാം വാക്യം മുതൽ താഴോട്ടുള്ള ഒരു സംഭവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യേശു അവരോട് പറയുന്നു, പേടിക്കണ്ട, ധൈര്യപ്പെടുവിൻ. അത് തന്നെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു പറയുന്നു, ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഈ സംഭവങ്ങൾ ഏതാണെന്ന് നമുക്കറിയാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അത് വലിയൊരു അത്ഭുതമായി ലോകവും നമ്മളും എല്ലാവരും കാണുന്ന ഒന്നാണ്. 5000 പുരുഷന്മാരും ബാക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും കഴിച്ചു. ശേഷിച്ചത് 12 കൊട്ട നിറച്ചെടുത്തു. അതിൻ്റെ വലിയ തിളക്കത്തിൽ നിൽക്കുമ്പോൾ തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ അക്കരെ ബത്സയിദയിലേക്ക് പടക് എടുത്തു പോകുവാൻ. അപ്പോൾ അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അവരെ നിർബന്ധിച്ചു. ഇത് മത്തായി എഴുതിയ സുവിശേഷത്തിലും പറഞ്ഞിട്ടുണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിലും പറഞ്ഞിട്ടുണ്ട്. നിർബന്ധിച്ചവരെ പോകുവാൻ പറഞ്ഞയച്ചു. എന്നിട്ട് യേശു ഇവിടെ പോയി മലയിലേക്ക് വാങ്ങിപ്പോയി തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായി താൻ പോയി കഴിഞ്ഞു. എന്നാൽ ഇവർ പടക് കയറി പോകുമ്പോൾ ഭയങ്കരമായ കാറ്റും കോളും ഉണ്ടായി. അവർക്ക് ഭയങ്കരമായ ഭയം വന്നു. 4-ാം യാമത്തിൽ യേശു കടലിലൂടെ നടന്ന് അവരുടെ അടുത്തോട്ട് ചെന്നു. ഈ കടലിലൂടെ നടന്ന് യേശു ചെല്ലുമ്പോൾ അവർക്കിത് യേശുവാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. കാരണം അവരുടെ ഭയം മൂലം ഭൂതമാണെന്നാണ് അവർ കരുതിയത്. അങ്ങനെ അവർ പരിഭ്രമിച്ചു എന്ന് പറയുന്നു. അപ്പോഴാണ് യേശു പറഞ്ഞത്, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതയാത്രയിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ചില സാഹചര്യങ്ങളിൽ നമ്മളെ നിർബന്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അയക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ നടന്ന ഒരു അത്ഭുതത്തിൽ മാത്രം ചിന്തിച്ച് അതിനെ മാത്രം താലോലിച്ച് അത് തന്നെ മുമ്പോട്ട് പ്രതീക്ഷിച്ച് ജീവിക്കാനല്ല, മറിച്ച് ജീവിത സാഹചര്യങ്ങളിൽ കൂടെ നമ്മളെ ധൈര്യമുള്ളവരാക്കി എടുക്കുവാൻ യേശു നമ്മളെ നിർബന്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്യിക്കും. അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച്. ഈ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഭയന്നു പോകാനുള്ള സാഹചര്യം വന്ന് നമ്മൾ ഭയന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ദൈവം 4-ാം യാമത്തിൽ നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മളെ ആ സാഹചര്യത്തിൽ രക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവൻ നമ്മളെ വിട്ടുപോയിട്ടില്ല. പക്ഷെ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾക്ക് ധൈര്യമുണ്ടാകണമെങ്കിൽ, ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളും ഞാനും ധൈര്യമുള്ളവരായി ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടാം. 4-ാം യാമത്തിൽ അവൻ നമ്മളുടെ അടുത്തേക്ക് വരികയും ആശ്വസിപ്പിക്കുകയും ചെയ്യും.